ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് SCERT ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. എന്നാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായത്? 1770. ഇനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എവിടെയാണ്? അത് കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥാപിതമായിട്ടുള്ള നെടുങ്ങാടി ബാങ്കാണ്. എന്നാണ് സ്ഥാപിതമായത്? 1899. ഇത് ഇപ്പോൾ കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ്. വർഷം ഓർത്തിരിക്കുക, 1899. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടിയാണ് 1899 ഈ നെടുങ്ങാടി ബാങ്ക്, സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് നോക്കി, കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നോക്കി. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? 1935 സ്ഥാപിക്കപ്പെട്ട RBI ആണ് അല്ലേ? RBI ആണ്. ആസ്ഥാനം എവിടെയായിട്ടാണ് വരുന്നത്? മുംബൈയിലാണ്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഇനി എന്തൊക്കെയാണ് RBIയുടെ ധർമ്മങ്ങൾ എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അടിച്ചിറക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഇതേ പ്രസ്താവനകൾ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അന്ന് കാണാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ പഠിച്ചു വയ്ക്കുക. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നുണ്ട്, വായ്പ നിയന്ത്രിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, പിന്നെന്താണ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രാചീന തമിഴകത്തെ പകൽ ചന്ത ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രാചീന തമിഴകത്തെ പകൽ ചന്ത ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നാളങ്ങാടി എന്നാണ് കേട്ടോ. നാളങ്ങാടി എന്നാണ് പ്രാചീന തമിഴകത്തെ പകൽ ചന്ത അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ചോദ്യം എടുക്കാൻ കാരണം നമ്മുടെ സിലബസിൽ ഇതില്ല, പ്രിലിംസ് സിലബസിൽ പ്രാചീന തമിഴകം എന്നില്ല. പക്ഷേ 2025 പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്തത് കേട്ടോ. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘകൃതികളിൽ പരാമർശിപ്പിക്കുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 5 ഇണകൾ. ഐന്ത് പറഞ്ഞാൽ 5 തമിഴിൽ, അതാണ് കേട്ടോ ഐന്തിണകൾ. ഓരോ തിണയിലെയും ജനങ്ങളുടെയും ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് അനുസൃതമായിട്ട് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ചോദിക്കുകയാണെങ്കിലും ഈ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ചോദിക്കാൻ സാധ്യതയായിട്ടുള്ളത്. അപ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞ തിണ എന്തായിരുന്നു ആ ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറയുന്നത്? കാടും മലയും നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു കുറിഞ്ചി എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണ്? കുറിഞ്ചി ഏതായിരുന്നു? കാടും മലകളുമായിരുന്നു. അവിടുത്തെ ഉപജീവന മാർഗ്ഗങ്ങൾ എന്തായിരിക്കും? വനവിഭവ ശേഖരണവും വേട്ടയാടലും ആയിരിക്കും അല്ലേ? കാടിൽ വേട്ടയാടും, മലയിലൊക്കെ എന്താണ്? വനവിഭവ ശേഖരണങ്ങൾ. കാട്ടിൽ തന്നെ വനവിഭവ ശേഖരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കാട് മല എന്തായിരുന്നു? കുറിഞ്ചിയാണ് അല്ലേ? നമ്മുടെ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഏത് പ്രദേശമാണ്? കാട് അല്ലെങ്കിൽ മലയാണെന്ന് ഓർത്തിരിക്കുക. മുല്ലൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? പുൽമേടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശങ്ങളെയാണ് മുല്ലൈ എന്നതുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ. അവിടുത്തെ ഉപജീവന മാർഗമായിരുന്നു കന്നുകാലി മേയ്ക്കൽ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി വരണ്ട പ്രദേശത്തെ പാലൈ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. വരണ്ട പാലൈ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. വരണ്ട പ്രദേശത്ത് എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? പാലൈ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഉപജീവന മാർഗങ്ങൾ കൊള്ളയും കവർച്ചക്കാരുമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. വയൽ പ്രദേശങ്ങളെയാണെങ്കിൽ മരുതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഈ മരുതം പച്ചയായിട്ട്, അപ്പോൾ വയൽ നിറയെ വയലിൽ നിറയെ പച്ചപ്പുള്ള നെല്ലായിരിക്കും അല്ലേ ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം മരുതം പച്ച ആ രീതിയിലൊന്നും ഓർത്തിരിക്കുക കേട്ടോ. മരുതം എന്താണ്? വയൽ പ്രദേശമാണ്. അവിടെ എന്ത് തന്നെയായിരിക്കും? കൃഷിയാണ് ഉപജീവന മാർഗമായിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. നെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരപ്രദേശമാണ്. തീരപ്രദേശം എങ്ങനെ ഉണ്ടാവും? നമ്മൾ
മീൻ പിടിക്കാനൊക്കെ പോകില്ല. അപ്പോൾ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ്? വല കൊണ്ടാണ്. അപ്പോൾ വല നെയ്യണ ആൾക്കാരും അവിടെ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വല നെയ്യണ ആൾക്കാർ, നെയ്തൽ തീരപ്രദേശം, അവിടെ എങ്ങനെയാണ്? മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ, ഇത്രയുമാണ് ഉപജീവന മാർഗ്ഗങ്ങളായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ഈ ഭൂമി സവിശേഷതകളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാട്, മല എന്താണ്? കുറിഞ്ചി. കാട്, മല എന്നീ പ്രദേശങ്ങളെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? കുറിഞ്ചിയായിട്ടാണ് കണക്കാക്കിയത്. കുറിഞ്ചി എന്ന പേരിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പുൽമേടുകൾ, കുറ്റിക്കാടുകൾ എന്ന പ്രദേശമാണെങ്കിലോ മുല്ലൈ എന്ന പേരിലും, വരണ്ട പ്രദേശത്തെ ആണെങ്കിൽ പാലൈ എന്ന പേരിലും, മരുതം ഏതായിരുന്നു? വയൽ പ്രദേശങ്ങളെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. തീരപ്രദേശത്തെ എങ്ങനെ വിളിച്ചു? നെയ്തൽ എന്ന പേരിൽ വിളിച്ചു. ഇനി ഇവിടെ നോക്കൂ, അങ്ങാടികൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്നാണ് ഇപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തത് കേട്ടോ. പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണവും നാളങ്ങാടിയും എന്തായിരുന്നു? പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു. അല്ലലാവണ്ണം അന്തിച്ചന്തയും നാളങ്ങാടി എന്തായിരുന്നു? പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. അപ്പോൾ ഈ അല്ലലാവണവും നാളങ്ങാടിയും ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് ഏതായിരുന്നു? ഏതാണ്? ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതായിരുന്നു? ബോംബെ ടു താനെ ആയിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് എന്താരംഭിക്കുന്നത്? റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതലാണ്? ബോംബെ മുതൽ താനെ വരെ. വർഷം ഓർത്തിരിക്കുക, 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത വർഷം ഏതാണ്? 1853 എവിടെ മുതലാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. ഇനി ഇവിടെ കേരളത്തിലേയും കൊടുത്തിട്ടുണ്ട്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1861 എവിടെ മുതലാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതലായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 ഓർത്തിരിക്കുക. തെളിനീരൊഴുകും നവകേരളം പദ്ധതി നിർവഹിക്കുന്നത് ആരാണ്? ഇപ്പോൾ എക്സാമിൽ നമ്മൾ പദ്ധതികൾ കൊടുത്തിട്ട് അത് നിർവഹിക്കുന്ന സ്ഥാപനങ്ങൾ മാച്ച് ദ ജോഡി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ട് ICRTയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ തെളിനീരൊഴുകും നവകേരളം പദ്ധതി നിർവഹിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇവിടെ നോക്കൂ, കുറച്ച് പദ്ധതികളും അതിൻ്റെ നിർവഹണ സ്ഥാപനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടെ പദ്ധതിയാണ്? ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. കേരള സർക്കാരും ഹരിത കേരള മിഷനും കൂടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്തം നവകേരളം ആരുടെയാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാലിന്യമുക്തം നവകേരളം. തെളിനീരൊഴുകും നവകേരളം ആരുടെയാണ്? അതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ജൽ ജീവൻ മിഷൻ ആര് നടപ്പാക്കുന്നതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്. ഈ 4 ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ്. നമ്മുടെ SCRTയിൽ ഗ്രഹങ്ങളും അവരുടെ സവിശേഷതകളും കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു പോകാം. ബുധൻ്റെ സവിശേഷത എന്താണ് പറയുന്നത്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് എന്ത്? ബുധൻ എന്ന് പറയുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലേ? ചുവന്ന ഗ്രഹം ഏതാണ്? ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വയാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളത് ശനി. ഏറ്റവും വലിയത് ഏതാണ്? വ്യാഴം. ഏറ്റവും തണുപ്പുള്ളത് ഏത് ഗ്രഹമാണ്? യുറാനസിലാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ കൂടുതലും നമ്മുടെ SCRT തന്നെയാണ് കേട്ടോ ചോദിക്കാറുള്ളത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. നിക്കോളസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് കേട്ടോ. ഓർത്തിരിക്കുന്നത്, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായിട്ടുള്ള വാനശാസ്ത്രജ്ഞനായിരുന്നു.
രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് ഏതാണ്? കാൽസിറ്റോണിൻ ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ. നമുക്കിവിടെ തൈറോക്സിൻ്റെയും കാൽസിറ്റോണിൻ്റെയും ധർമ്മങ്ങളൊന്ന് നോക്കാം. തൈറോക്സിൻ എന്തിനാണ്? മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? തൈറോക്സിനാണ്. മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിനാണ്. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. ആരാണ്? തൈറോക്സിനാണ്. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതും ഏത് ഹോർമോണാണ്? തൈറോക്സിനാണ്. അടുത്ത കാൽസിറ്റോണിൻ എന്താണ് ചെയ്യുന്നത്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. തൈറോക്സിനും കാൽസിറ്റോണിനും ഏത് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് അല്ലേ? ഓർത്തിരിക്കണേ. ഇതിൽ നമ്മുടെ ഈ നവജാത ശിശുക്കളുടെ കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു എന്നുള്ളത് എക്സാമിന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പല രോഗത്തിനും കാരണമാകുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാവേ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നൊരവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നു, ഭാരക്കുറവ്, ഹൃദയമിടിപ്പ് കൂടുന്നു, അതുപോലെ തന്നെ അമിതമായ വിയർപ്പ്, ഉത്കണ്ഠ എന്നിവയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇനി ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പറും ഹൈപ്പും, ഹൈപ്പർ കൂടുതൽ, ഹൈപ്പോ കുറഞ്ഞത്. ഇനി ഹൈപ്പോൻ്റെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? മെറ്റബോളിസം കുറയും, ശരീരഭാരം കൂടും, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത്രയുമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇനി അതുകൊണ്ട് ഗോയിറ്റർ കേട്ടോ. ഗോയിറ്റർ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകൾ എന്തിലേക്ക് നയിക്കും? ഗോയിറ്റർ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. അതുപോലെ തന്നെ അയഡിൻ്റെ അപര്യാപ്തത മൂലം എന്തുണ്ടാകും? ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? കഴുത്തിലുണ്ടാകുന്ന വീക്കം, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. ഇത്രയുമാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പം ഗോയിറ്റർ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന പല തകരാറുകൾ മൂലവും എന്തുണ്ടാകാം? ഗോയിറ്റർ ഉണ്ടാകാം. അയഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകും എന്തുണ്ടാകാം? ഗോയിറ്റർ എന്ന രോഗം ഉണ്ടാകാം. ദ്വിതീയ തല പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ദ്വിതീയ തല പ്രതിരോധ സംവിധാനം ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, ബേസോഫില്, മോണോസൈറ്റ്, ഈസിനോഫില്ലാണ് ദ്വിതീയ തല പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത്. പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ അവയെ പ്രതിരോധിക്കുന്നതിനുള്ള സഹജ പ്രതിരോധ സംവിധാനത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? ദ്വിതീയ തല പ്രതിരോധം എന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഏകോപിതമായ പ്രവർത്തനമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെ ശ്വേതരക്താണുക്കളാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ന്യൂട്രോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ബേസോഫില്. ന്യൂട്രോഫിൽ എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? ന്യൂട്രോഫില്ലാണ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈസിനോഫിൽ എന്താണ് ചെയ്യുന്നത്? അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, കൂടാതെ പരാദങ്ങളെ നശിപ്പിക്കുന്നു. ഓർത്തിരിക്കണേ, അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നതും പരാദങ്ങളെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ശ്വേതരക്താണു ഏതാണ്? ഈസിനോഫില്ലാണ്. മോണോസൈറ്റ് എന്താണ് ചെയ്യുന്നത്? അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? മോണോസൈറ്റാണ്. ബേസോഫിൽ നമുക്കറിയാലോ, രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബേസോഫില്ലാണ്. ഹെപ്പാരിനും ഹിസ്റ്റമിനും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ശ്വേതരക്താണുവാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബേസോഫില്ലാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. ഇനി ചോദിക്കാറുണ്ട് ഫാഗോസൈറ്റോസിസ് ഉൾപ്പെടുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ഈ ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളെ എന്ത് വിളിക്കുന്നു? ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് ഫാഗോസൈറ്റുകൾ? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവ
എന്താണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നു. അതിലേർപ്പെടുന്ന രക്തകോശങ്ങളെ എന്ത് പറയുന്നു? ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഫാഗോസൈറ്റുകൾ? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ഓക്കെ അല്ലേ? MMR വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? MMR വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല. നമ്മുടെ SCRTയിൽ ബോക്സ് കിടക്കുന്നുണ്ട്, നമുക്ക് അത് പഠിക്കാവേ. MMRൽ വാക്സിൻ്റെ ഘടകങ്ങളും കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നോക്കാവേ. എന്തൊക്കെയാണ്? നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. പ്രതിരോധിക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാം പനി, മുണ്ടുനീര്, റുബെല്ല. ചിലപ്പോൾ അഞ്ചാം പനിക്ക് മീസിൽസ് എന്നും തരുവേ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡും കൂടെ പഠിച്ചു വെക്കണത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ MMR കൊണ്ട് എന്ന വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാം പനി, മുണ്ടുനീര്, റുബെല്ല. അടുത്തതാണ് OPV എന്ന് പറയുന്നത് നമുക്കറിയാം. അതെന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. വായിൽ നൽകുന്ന എന്താണ്? പോളിയോ ആണ് ഓറൽ പോളിയോ വാക്സിൻ, OPV എന്ന് പറയുന്നത് അല്ലേ. അത് IPV ഉണ്ട്. ഇഞ്ചക്ഷനായിട്ട് നമുക്ക് എന്ത് നൽകുന്നുണ്ട്? കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതിലെന്താണ്? മൃതരോഗകാരികൾ അടങ്ങിയതാണ് OPV എന്ന് പറയുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്ന രോഗം ഏതാണ്? പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈറസ് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OPV കൊടുക്കുന്നത് കേട്ടോ കുട്ടികൾക്ക്. പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. HPV വാക്സിൻ ഇപ്പോൾ എല്ലാ അംഗൻവാടികളിലും എല്ലാ ഇതിലും നമ്മുടെ ഹെൽത്ത് സെൻ്ററിലൊക്കെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് HPV വാക്സിൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? രോഗകാരികളുടെ ഭാഗങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളതാണ് HPV വാക്സിൻ എന്ന് പറയുന്നത് അല്ലേ. 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് HPV വാക്സിൻ ഇപ്പോൾ എല്ലായിടത്തും നൽകുന്നുണ്ട്. അപ്പോൾ HPV വാക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്? സെർവിക്കൽ ക്യാൻസറിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. കോവിഡ് വാക്സിൻ നമുക്കറിയാലോ, COVID-19 വാക്സിൻ. അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്? രോഗകാരിയുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങളാണ് COVID-19 വാക്സിനിൽ അടങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൊറോണയ്ക്കെതിരെ അല്ലേ, കൊറോണ വൈറസ് രോഗത്തിനെതിരെയാണ് COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ നൽകി വരുന്നത്. MMR ആണ് കേട്ടോ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. അടുത്ത് നമ്മുടെ 10ാം ക്ലാസ്സിൽ ഉള്ളൊരു ചോദ്യമാണ് കേട്ടോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? ഒരു ജീവിയുടെ DNA മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിക്കുന്നു. ലിഗേസ് എൻസൈം മുറിച്ച DNA കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. വാഹകർ സാധാരണയായി ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകളാണ്. ആതിഥേയ കോശത്തിൽ റീകോമ്പിനേറ്റ് DNA പ്രവേശിച്ചാൽ അത് സ്വന്തമായി പെരുകുകയില്ല. ഇതിൽ ഓപ്ഷൻ D ആണ്. എല്ലാം എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. ഒരു ജീവിയുടെ DNA മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ് യൂസ് ചെയ്യുന്നത്. ലിഗേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതക പശയാണ് അല്ലേ. അതാണ് ഈ മുറിച്ച DNA കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. വാഹകർ സാധാരണയായിട്ട് ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകളാണ്. ഇനി ആതിഥേയ കോശത്തിൽ റീകോമ്പിനൻ്റ് DNA പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പെരുകില്ല. മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് എന്ന് പറയുന്നത്? ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. DNA ഘടന കണ്ടെത്തിയതോടെ ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് എന്ത് ചെയ്തു? വേഗം കൂടി. ഇതിൽ ഈ പറയുന്ന ഡെഫിനിഷൻ പഠിച്ചു വെക്കണേ. ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ അഭിലഷണീയമായ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് എന്ന് പറയുന്നത്? ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ജനിതക എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തിട്ടോ ജീവികളിൽ അഭിലഷണീയമായ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ എന്ത് പറയുന്നു? ജനിതക എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത്? അതിനായിട്ട് ജനിതക എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ട റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് റീകോമ്പിനൻ്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് എന്ത് എന്ന് പറയുന്നത്? റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്.
ഇതിൽ നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം അഥവാ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. 2 DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ലിഗേസ് എൻസൈം അഥവാ ജനിതക പശ, പറഞ്ഞല്ലോ ജനിതക പശ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗേസ് ആണ്. ജീനുകളെ വഹിക്കുന്ന വാഹകർ, റീകോമിനൻ്റ് DNA പ്രവേശിക്കുന്ന ആതിഥേയ കോശം എന്നിവയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഒരു ജീനിനെ മുറിച്ചെടുക്കുന്ന ജനിതക കത്രിക ഉണ്ടായിരിക്കും, അതേതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. പിന്നീട് അതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു പശ ഉണ്ടാവും, അതേതാണ്? ലിഗേസ് എൻസൈം ആണ്. പിന്നെ എന്താണ്? ആ ജീനുകളെ കൊണ്ടുപോകുന്ന വാഹകർ ഉണ്ടായിരിക്കും, അതാരാണ്? ആതിഥേയ കോശങ്ങൾ. ഇത്രയും ആയിരിക്കും അതിലെന്ത് ചെയ്യുന്നത്? റീകോമിനൻ്റ് DNA ടെക്നോളജിയിൽ ഉൾപ്പെടുന്നത്. ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, ചില വൈറസുകൾ എന്നിവയാണ് ജീൻ വാഹകരായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയും ചില വൈറസുകളെയുമാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ജീൻ വാഹകരായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ SCERT ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഒരുപാട് നമ്മുടെ ഇത് മാരത്തോണൊക്കെ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അപ്പോൾ ഒരുപാട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താണ്, ID കാർഡൊക്കെ എടുത്ത് വയ്ക്കുക, ID ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, പെന്നെടുത്ത് വയ്ക്കുക, ഹാൾ ടിക്കറ്റ് മസ്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. തലേ ദിവസം എല്ലാം റെഡിയാക്കി വയ്ക്കുക കേട്ടോ. ഒട്ടും ടെൻഷൻ വേണ്ട. തലേ ദിവസം ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നൈറ്റായിട്ട് പഠിക്കണ്ട, നല്ല ഉറക്കം കിട്ടട്ടെ. കാരണം രാവിലെയും ഉണ്ട് ഒരു എക്സാം, ഉച്ച കഴിഞ്ഞിട്ടും സെക്കൻഡ് സ്റ്റേജ് ഉച്ച കഴിഞ്ഞിട്ടുമാണ് എക്സാം ഉള്ളത്. പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാം കേട്ടോ. 1 മണിക്കൂർ മുന്നേ ഒക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അന്ന് എന്തായിരിക്കും കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ മുന്നേ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ട് അറിയുന്നതിന് മാത്രം ആൻസർ എഴുതുക. പിന്നെ ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരേ ടോപ്പിക്കിൽ തന്നെ ചിലപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. നമ്മൾ അറിയാത്തതാണെങ്കിൽ വട്ടിട്ട് വയ്ക്കുക, ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല എന്നാണ് കേട്ടോ. ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല എന്നാണ്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് അറിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ കറണ്ട് അഫെയർ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഒരു പ്രിലിംസിന് തന്നെ നമ്മുടെ ഈ ISRO സ്പേസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2ൻ്റെ ആൻസർ ഏകദേശം ഒരു ക്വസ്റ്റ്യനിൽ 1ൻ്റെ ആൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല ഇതിൽ അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അറിയാത്തതൊന്നും അറ്റൻഡ് ചെയ്യേണ്ട, കൺഫ്യൂഷൻ അടുപ്പിക്കുന്നതൊന്നും അറ്റൻഡ് ചെയ്യേണ്ട. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് എത്ര ഒഴിവാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ടൈം ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ എഴുതുക കേട്ടോ. ടൈം മാനേജ്മെൻറ്റ് വേണം. ഒരുപാട് നേരം ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കളയാനൊന്നും ചെയ്യരുത്. പിന്നെ മാത്സ് നോക്കുന്നുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും. LCF പിന്നെ HCF ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. എനിക്ക് എക്സാം വരുന്നത് ഓഗസ്റ്റിലാണേ. എനിക്ക് ഈ മാസം എനിക്ക് എക്സാമില്ല, എനിക്ക് ഓഗസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.